അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ ആൻ്റണി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എടത്വ പാണ്ടി ഫാത്തിമ മാതാ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 മെയ് 10 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു സ്റ്റുഡൻ്റായിരുന്നു. എല്ലാ കുട്ടികളെയും പോലെ തന്നെ എല്ലാ ക്ലാസ്സിലും പാസ്സായി പോകുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെ +2 ഞാൻ അങ്ങനെ പാസ്സായി പോയതിന് ശേഷം ഞാൻ നേഴ്സിങ്ങിന് പോയി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ തന്നെ പാസ്സായിപ്പോയി. വല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പാസ്സായിപ്പോയി. അതിനുശേഷം 2022 മെയ് 10 ഞാൻ തേർഡ് ഇയർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മേനെയും തിരുക്കുമാരനെയും കൂട്ടുപിടിക്കുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കുരിശുവര പ്രാർത്ഥനയും മുടക്കത്തില്ല. അങ്ങനെ ഞാൻ ജീവിച്ചു. അങ്ങനെ എൻ്റെ ഫൈനൽ എക്സാം ആയപ്പോൾ ഞങ്ങൾക്ക് 1 അവറോളം കൂൾ ഓഫ് ടൈമാണ് എക്സാമിന്. അപ്പോൾ എക്സാം സെൻറ്ററിലേക്ക് ഞാൻ പോയി. ആ 1 അവർ കൂൾ ഓഫ് ടൈമിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൃപാസന ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടി, എൻ്റെ കൈകളിൽ പുരട്ടി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ അമ്മയുടെ കാശുരൂപം, വെഞ്ചരിച്ച കാശുരൂപം ഒരു കൊന്തയിലാക്കി അത് കയ്യിൽ പിടിച്ചേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാം തുടങ്ങിയപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ എക്സാം എഴുതുക. പക്ഷെ അന്ന് ഞാൻ ആ 4th ഇയറിലെ എക്സാമിന് എൻ്റെ കയ്യിൽ ആ ഉടമ്പടി കാശുരൂപമുണ്ട്. എൻ്റെ കൈ എത്ര വിയർത്താലും ഞാൻ ആ കാശുരൂപം താഴെ വയ്ക്കത്തില്ലായിരുന്നു. കൈ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി പോലും ഞാൻ എൻ്റെ ഇടത് കൈയിൽ അത് പിടിച്ചിട്ടുണ്ടാവും, അതൊന്നും ഞാൻ താഴെ വയ്ക്കത്തില്ലായിരുന്നു. എന്നിട്ട് വലത് കൈ കൊണ്ട് എക്സാം എഴുതി. എനിക്കൊന്ന് തല പൊക്കി നോക്കാൻ പോലും സമയമില്ലായിരുന്നു. അതുപോലെ ആശയങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് എൻ്റെ പേന ചലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. സാധാരണ പോലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഒരു ദിവസം പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാണെന്ന്. അപ്പം ഞാൻ ഓർത്തു പാസ്സാവുമായിരിക്കും, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും, എങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോവുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മിടുക്കും ഒരു കൃപയും ഒരു കഴിവും ഇല്ലാത്ത എനിക്ക് ഡിസ്റ്റിങ്ഷൻ പ്ലസ് ആ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു ഞാൻ. എനിക്കറിയത്തില്ല, എൻ്റെ ക്ലാസ്സിൽ MBBSന് സീറ്റ് കിട്ടാഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ടായിരുന്നു. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുൻപിൽ ഞാനെങ്ങനെ ആ ക്ലാസ്സിൽ ടോപ്പറായെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ആ കാശുരൂപം എത്ര കൈ കഴിച്ചിട്ട് ഞാൻ ആ കാശുരൂപം താഴെ വയ്ക്കാഞ്ഞതിൻ്റെ ബലമായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഡിസ്റ്റിങ്ഷൻ പ്ലസ് ക്ലാസ് ടോപ്പർ ആവാൻ സാധിച്ചതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതിനുശേഷം നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പം OET റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലാഞ്ഞ സമയമായിരുന്നു. അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ എക്സ്പീരിയൻസിന് കയറി. ഞാൻ ഡൽഹിയിലേക്കായിരുന്നു എക്സ്പീരിയൻസിന് പോയത്. അപ്പോൾ 2 വർഷത്തോളം ഞാൻ അവിടെ 1 വർഷവും 11 മാസമായി. അപ്പോൾ പതുക്കെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളെല്ലാം പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഞാനും പോകണമല്ലോ, എങ്ങോട്ടേക്ക് പോവും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഏജൻസിക്കാരെല്ലാം ഒരുപാട് പൈസ പറയുവാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഓർത്തു, ഇനി എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരോട് ഇനിയും പൈസ ചോദിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്നിങ്ങനെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയുണ്ട്, ഒഡേപെക് എന്ന് പറഞ്ഞൊരു ഏജൻസിയുണ്ട്, ആ ഏജൻസിയിലൊന്ന് അന്വേഷിച്ച് നോക്കാം, അതിൻ്റെ സൈറ്റിലൊക്കെ കയറി നോക്കാൻ പറഞ്ഞു. അപ്പം ആ ഫ്രണ്ട് എനിക്കൊരു നമ്പറും തന്നു. ആ ഒഡേപെക്കിലെ സ്റ്റാഫിൻ്റെ നമ്പറായിരുന്നത്. അപ്പം ഞാൻ ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സൗദിയിലേക്കൊക്കെ ഉണ്ട്, പക്ഷേ ഡാറ്റ ഫ്ലോയും എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ 1.5 ലക്ഷം രൂപയോളം വരും. അപ്പം ഞാൻ ഓർത്ത്, അത്രയും പൈസ എങ്ങനെയാണ് ഈശ്വര എന്നിങ്ങനെ ഓർത്തിട്ട് ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം എനിക്കൊരു ദിവസം ഡ്യൂട്ടി ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ രാവിലെ ഉടമ്പടി പ്രാർത്ഥന, അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ മാതാവേ, എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അങ്ങയുടെ കയ്യിലാണെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ്സ് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആ സ്റ്റാഫിന് ഒരിക്കലും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും തിരക്കുകളൊക്കെ ഉള്ളൊരു സ്റ്റാഫാണ്. എത്രയോ കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫോംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്ന ആളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബെൽജിയത്തിലേക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എന്തെങ്കിലും ആവട്ടെ, അവർ പറഞ്ഞു, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടുവാണെങ്കിൽ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി മാതാവിൻ്റെ ഇഷ്ടം ഞാൻ ബെൽജിയത്തിലേക്ക് പോകാനാണോ, എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ
ബെൽജിയത്തിൻ്റെ അത് ആപ്ലിക്കേഷന് വേണ്ടി ഞാൻ എൻ്റെ CV യും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. 800-900 കുട്ടികളോളം നേഴ്സിംഗ് സ്റ്റുഡൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അതിൽ 200 പേരുടെ CV ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. ആ 200 പേരിൽ അവർ എൻ്റെ CV യും സെലക്ട് ചെയ്തു. അങ്ങനെ CV ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്, ബെറ്റർ ഒരു കഫേ പോയി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഫേ പോയി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തന്നെ, എൻ്റെ ഇടത് കയ്യിൽ തന്നെ ഞാനത് പിടിച്ചേക്കുമായിരുന്നു. നെറ്റിയിൽ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ വലത് കയ്യിൽ, മൗസ് ഉപയോഗിക്കേണ്ട കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി. എന്നിട്ട് ഞാൻ തുടങ്ങി. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. എല്ലാം ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ കണ്ടിട്ട് പോലും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നേഴ്സിംഗ് റിലേറ്റഡേ അല്ല ഒന്നും. എന്നിട്ട് ഞാൻ ഓർത്ത് എന്താ ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയമെടുത്ത് ഞാൻ ആലോചിച്ച് പേപ്പറിലൊക്കെ വരച്ചൊക്കെ നോക്കി ഉത്തരം കിട്ടുമെന്ന്. സമയം പോയതല്ലാതെ എനിക്കതിൻ്റെ ഉത്തരമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക. 1 മണിക്കൂറത്തേക്കാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യന് തന്നെ ഒരു 45 മിനിറ്റോളം എടുത്തു. ഇനിയും 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അത് ഓപ്ഷൻസ് ഉള്ള എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇനി ബാക്കി എന്ത് വരട്ടെന്ന് വെച്ച് ചുമ്മാ ഓരോരോ ഓപ്ഷൻസ് അങ്ങനെ ഞെക്കി പോയി. അങ്ങനെ ഞാൻ 1 അവർ കൊണ്ട് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോയി, ഇനിയും കിട്ടൂല, ഇതും പോയി, അപ്പോൾ ബെൽജിയം ആയിരിക്കില്ല എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആനുവൽ ലീവിന് വേണ്ടി നാട്ടിൽ വന്നു. ആനുവൽ ലീവിന് നാട്ടിൽ വന്ന സമയമായിരുന്നു ഏപ്രിൽ മാസമായിരുന്നു, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസം എനിക്കിങ്ങനെ ഒഡേപ്പയ്ക്കിൽ നിന്ന് വിളി വന്നു, നിങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ പാസ്സായെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായെന്ന്. കാരണം അതിലൊരു ക്വസ്റ്റ്യൻസ് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു, ഒരെണ്ണം പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്ന സമയം കൊണ്ട്, ഞാൻ ഡൽഹിയിൽ വെച്ചായിരുന്നു എനിക്ക് ആ കോള് വന്നിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് 3 ദിവസത്തെ യാത്രയുണ്ട്. അതും എനിക്ക് ആനുവൽ ലീവ് വരുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ അടുത്ത ഇൻ്റർവ്യൂവും എനിക്ക് വേണ്ടി മാതാവ് ഒരുക്കി വെച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. തിരുവനന്തപുരത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ബെൽജിയത്തിലുള്ള വർഗീവേഴ്സുമായിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ അവരോട് ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ ഇനി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ലേ. ആരും ചവിട്ടാത്തരത്ത് ഒരിടത്ത് കൊണ്ടാണ് ഞാൻ ആ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. അപ്പം അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഞാൻ മുറുക്കെ പിടിച്ചു. എന്നിട്ട് അവരെന്തൊക്കെയോ ചോദിച്ചു, അത് ഇംഗ്ലീഷിലായിരുന്നു. അതെന്തൊക്കെയോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റിസൾട്ട് എപ്പോഴേലും വരട്ടെ, എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോന്നു. ഡൽഹിയിലേക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ അവർ വിളിച്ചു, നിങ്ങൾ ട്രിവാൻഡ്രത്തെ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ട്, അടുത്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇനി എങ്ങനെയാണോ വരുന്നത്, ഇപ്പം ഞാൻ ആനുവൽ ലീവ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഇനി എങ്ങനെ ഞാൻ അവധി ചോദിക്കും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ എന്തോ എൻ്റെ ഇൻചാർജ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിനായിരുന്നു, ആ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് കയറി. അന്ന് ഇൻ്റർവ്യൂവിൽ വെച്ച് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആവുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവർ വിളിച്ചില്ലെങ്കിൽ നിങ്ങളിതിൽ സെലക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ അന്ന് പോയ കുറച്ച് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അവരെല്ലാവരെയും 2 ദിവസം കൊണ്ട് വിളിച്ചു. പക്ഷേ എന്നെ മാത്രം വിളിക്കുന്നില്ല. ഞാൻ ഓർത്തു ഇനി ഞാൻ സെലക്ട് ആയില്ലേ, എന്നെ വിളിക്കുന്നില്ലേ, ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത്, ഇനിയും എനിക്ക് പോകാൻ പറ്റൂലേ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ ഓർത്ത് എന്നാൽ പോയി ഇനി നിന്നിട്ട് കാര്യമില്ല, ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ICU ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ഡ്യൂട്ടിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റണില്ലായിരുന്നു. എപ്പോഴും ഞാൻ ഇത് തന്നെ ചിന്തിക്കുന്നു, ഇത്രയും വരെ എത്തിയിട്ടും മാതാവ് എന്താ എനിക്ക് തരാതെ പോയത്, ഇത്രയും ഇൻ്റർവ്യൂ ഞാൻ കഷ്ടപ്പെട്ട് അവിടെയൊക്കെ വന്ന് ചെയ്തതല്ലേ, എന്നിട്ട് എന്താ തരാതെ പോയെന്നുള്ള ഓർത്തുള്ള വിഷമമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും എറണാകുളത്ത് നിന്ന് കോള് വന്നു, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ 24 അവർ റിസൈൻ വെച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കറിയത്തില്ല എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ മേന്മയോ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയത്. അങ്ങനെ സെലക്ട് ആയതിനു ശേഷം ജൂലൈയിലായിരുന്നു എനിക്ക് പഠിക്കേണ്ട ലാംഗ്വേജ് ഡച്ച് ആയിരുന്നു. ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അമ്മ എന്നോട് പറയുമായിരുന്നു അവിടേക്ക് പോകുന്നു, പക്ഷേ ഉടമ്പടി ജീവിതം മുടക്കരുത്, കുർബാനയ്ക്കൊക്കെ എന്നും പോകണം. എറണാകുളം ലൂർദിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനൊന്നും വിശുദ്ധ കുർബാനയ്ക്കോ കൊന്തയ്ക്കോ ഒന്നും ഒരു മുടക്കവും ഇല്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞായിരുന്നു അതൊന്നും മുടക്കരുത്, അതൊക്കെ കൂടണമെന്ന് തന്നെ പറഞ്ഞു. അവിടെയും മാതാവിൻ്റെ അത്ഭുതം. എനിക്ക് കിട്ടിയ 2 റൂംമേറ്റ്സും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 6 മാസത്തെ ട്രെയിനിങ്ങിൽ സെപ്റ്റംബറിൽ ഒരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ അസസ്മെൻറ്റിലും നല്ലൊരു വിജയം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു.
അങ്ങനെ അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ 6 മാസവും ഞാൻ പഠിച്ചത് സ്റ്റൈഫൻറ്റോട് കൂടിയാണ്. ഞാൻ മാതാവിനോട് എങ്ങനെയെങ്കിലും കുറഞ്ഞൊരു തുകയ്ക്ക് എനിക്ക് പോകാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇതുവരെ 1 രൂപ പോലും മുടക്കില്ലാതാണ് ഞാൻ പോകുന്നത്. ഈ വരുന്ന ജനുവരി 13 ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ടിക്കറ്റ്, എൻ്റെ വിസ എല്ലാം തന്നെ എനിക്ക് കിട്ടി. ഈ ജനുവരി 13 ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പൈസ കിട്ടി പഠിച്ചു, പ്ലസ് എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു. ലാപ്പ്, ബുക്ക്, പുസ്തകം എല്ലാം തന്നെ ഫ്രീ ആയിരുന്നു. അവർ നമ്മളെ സ്പോൺസർ ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ നടത്തി. ഞാൻ ഈ വരുന്ന ജനുവരി 13 പോവുകയാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലായിടത്തും ലൂർദ് ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും വാർഡുകളിലൊക്കെ കയറി കൊടുക്കുമായിരുന്നു. അക്രൈസ്തവരാണെങ്കിലും കൊടുക്കുന്ന ആരും തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടത്തോടെ അവരത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരത് വാങ്ങിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ളവരുടെ വിഷമം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ ഞാനത് കേട്ടിരിക്കുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ചും കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സുഭാഷിതങ്ങൾ അധ്യായം 4, 8, 9 തിരുവചനങ്ങൾ. അവളെ അമൂല്യമായി കരുതുക, അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക, അവൾ നിന്നെ ആദരിക്കും. അവൾ നിൻ്റെ ശിരസിൽ മനോഹരമായ പൂമാലയണിയിക്കും, നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും. ത്രേസ്യാമ്മ എന്ന ഈ മകൾ നമ്മോട് പങ്കുവച്ചത് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്തത് മുതൽ BSc നഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മകൾ ഓടി വന്ന് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ഈ ഒരു പുതിയ അറ്റംപ്റ്റിൽ, എൻ്റെ ഈ യൗവനത്തിലെ ഈ ഒരു പുതിയ പഠനത്തിൽ, എൻ്റെ ഭാവിയിലേക്കുള്ള ഈ കാൽവയ്പിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കൃത്യമായിട്ടും നമുക്കറിയാം, ത്രേസ്യാമ്മ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കഷ്ടിമുഷ്ടി എല്ലാ വിഷയങ്ങളിലും വളരെ ബുദ്ധിമുട്ടി പാസ്സാകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈ മകളെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ബെൽജിയം വരെ ഡച്ച് ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് അവിടേക്കാണ് ഇന്ന് മകളെ കൊണ്ടുപോകുന്നത്. ഈ മകൾക്കുള്ള വിസയും ടിക്കറ്റും എല്ലാം ഫ്രീ ആണ്. ഇവർ മകളുടെ പഠനം, എല്ലാ പഠന ഉപകരണങ്ങളും, ലാപ്ടോപ്പ്, എല്ലാ സാധനങ്ങളും പരിശുദ്ധ അമ്മ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഈ മകൾക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ഓർത്തെടുക്കാം, ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ഒന്നും തന്നെ ആകുലപ്പെടേണ്ടതില്ല. പരിശുദ്ധ അമ്മയെ നാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നെങ്കിലും മകൾ പറയുകയായിരുന്നു, ഞാൻ എവിടെയെല്ലാം പോയോ, പരീക്ഷ എഴുതുമ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചാണ്. കാശുരൂപം ഞാൻ ഒരിക്കലും കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, സഹായം, എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിലാണ് ഈ മകൾ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും നാം സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് യാതൊരു മെറിറ്റുമില്ല, എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അത് ഈശോ മാത്രമാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നതെന്നൊരു വലിയ വിശ്വാസത്തോട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ജോസഫച്ചൻ്റെ ഭാഷയിൽ നാം ഈ മകൾ ഇന്ന് കൊയ്തെടുത്തിരിക്കുന്നത് 60 മേനിയാണ്. വളരെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. നമുക്കറിയാം, ഈ മകൾക്ക് ഇന്ന് ക്ലാസ് ടോപ്പർ വിത്ത് ഡിസ്റ്റിങ്ഷൻ, ഈ മകളെ ഏറ്റവും വലിയ ക്ലാസ് ടോപ്പറായിട്ട് ഈ പരീക്ഷയിൽ നഴ്സിംഗിൽ മകളെ BSc നഴ്സിംഗിൽ പാസ്സാക്കി ഈശോ ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും നമ്മുടെ പ്രത്യാശ ഈശോയെ പ്രാപിക്കാൻ എന്തുമാത്രം പരിശ്രമിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കൽ കൂടിയാണ്. നാം എന്തുമാത്രം വിശ്വസ്തരാണ്. ഈശോ നമ്മോട് എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അഭിലഷിച്ച് പറയുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് മാത്രമാണ്. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ദാഹമുണ്ടോ? ഞാൻ ഈശോയുടെ വിശപ്പടക്കുന്നുണ്ടോ? ഈശോയെ ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് കാണുന്നുണ്ടോ? ഈശോയെ പ്രതി ഞാൻ ഈശോയോട് സംസാരിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസ കൈമാറ്റം ഞാൻ നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവൃത്തികളിലും നാം ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ മകൾ ത്രേസ്യാമ്മ വളരെ കൃത്യമായി ഉടമ്പടി പാലിക്കുകയും ഇവിടെ നിന്ന് പോയാലും ത്രേസ്യാമ്മ ഒരു വലിയ പ്രോമിസോടു കൂടിയാണ് പോകുന്നത്. ഇത്രത്തോളം എന്നെ കൈപിടിച്ച് നടത്തിയ അമ്മ ഒരിക്കലും എന്നെ കൈവിടുകയില്ല. ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും ഈശോയ്ക്ക് വേണ്ടി ഒരു വലിയ സാക്ഷിയായിരിക്കും. ഉടമ്പടി ജീവിതം ഞാൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വലിയ പ്രതിജ്ഞയോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ജനുവരി 13 ഇവിടെ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടിയാണ് ഈ മകൾ സഞ്ചരിക്കുന്നത്. എല്ലാ ആശ്വാസങ്ങളും
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന കൈവയ്പ്പുകൾ നമുക്കെപ്പോഴും ഒരു വലിയ സൗഖ്യവും സംരക്ഷണവുമാണ്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗം തന്നെ നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ത്രേസ്യാമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.